ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരുടെയും ഒരു മാരേജ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ മാരേജ് ചെയ്തിട്ടുള്ളവരുടെ എനർജി ആണെങ്കിൽ ഇപ്പോൾ വല്ല ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്, പക്ഷേ ഇവർക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലായിരുന്നു എന്നതാണ്. അതായത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ഒട്ടും പോരാ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഈ വ്യക്തിക്ക് കുറേ സാങ്കല്പികമായിട്ട് കുറേ തെറ്റിദ്ധാരണകൾ ഈ വ്യക്തിക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണെന്നും ഒന്നും മനസ്സിലാക്കാനൊന്നും ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ വ്യക്തിയോട് പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പോയി അവസാനിക്കുന്നത് ഒന്നുമല്ലാത്ത രീതിയിലായിരിക്കും. അതായത് ഈ വ്യക്തി കേൾക്കാതെ പോകുന്നു. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടോ നിങ്ങൾക്ക് വേണ്ട കെയറിങ്ങോ ഒന്നും ഈ വ്യക്തി തന്നിട്ടില്ല നിങ്ങൾക്കായിട്ട്. നിങ്ങൾ പക്ഷേ എല്ലാം ഈ വ്യക്തിക്ക് നൽകി. നിങ്ങളുടെ സ്നേഹം എല്ലാം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാവാം. പല രീതിയിലും നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം. പല രീതിയിലുള്ള എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും പഠിച്ചു. എല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലെന്നുള്ളതും എല്ലാവരുടെയും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും മനുഷ്യർ എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എന്ന് തന്നെയാണ്. ഈ വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും മാറിയിട്ടുണ്ടാകുന്നത്. ഓക്കെ, ആദ്യമൊക്കെ വളരെ ചിരിച്ചു കളിച്ച് നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണെങ്കിൽ പിന്നീട് അതൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് നിങ്ങൾ അനുഭവിച്ചതൊക്കെ വളരെയധികം പെയിൻഫുള്ളായത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ വ്യക്തിക്ക് വേണ്ട ആൾ നിങ്ങളല്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്, അതായത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടിപ്പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ സ്റ്റേ ചെയ്ത് നിന്ന് ഇത് സോൾവ് ചെയ്യാനൊന്നും ഈ വ്യക്തിക്ക് താല്പര്യപ്പെടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഫെർട്ടിലിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ വല്ല ഡിവോഴ്സിൻ്റെ വക്കിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്ത് ചിലപ്പോൾ റൂഡായിട്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവർ വളരെ ഹേർട്ട് എന്ന രീതിയിൽ ഇവർക്ക് ഇപ്പോഴാണ് അത് ഹേർട്ടാവുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ട് എന്നാവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊട്ടും താങ്ങാൻ സാധിക്കില്ല എന്നും അറിയാം, എന്നാൽ നിങ്ങൾ പോകുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ തന്നെ മതി, ഇവർ തിരിച്ചു വന്ന് നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇവരും മാറാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തലയിലെടുത്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഫെർട്ടിലിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ കല്യാണം കഴിച്ചതെങ്കിലും, അതായത് നിങ്ങളൊരു പാർട്ട്ണറായി തിരഞ്ഞെടുത്തതെങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഈ വ്യക്തി കൂടുതലുമായിട്ട് ഒട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട കാര്യങ്ങളൊന്നും ഈ വ്യക്തി ചെയ്തിട്ടില്ല. എപ്പോഴും അടിയും വഴക്കും മാത്രം ആയിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു. പക്ഷേ ഈ വ്യക്തി
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കാര്യത്തോടെടുക്കുമ്പോഴാണ് ബോധം വയ്ക്കുന്നതെന്ന് പറയണ പോലെ കാര്യത്തോടെടുക്കും തോറും ബോധം വെച്ച് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തിയോട് പെരുമാറിയിരുന്നതും വേറെ ആരൊക്കെ ഈ വ്യക്തിയെ തള്ളിപ്പറഞ്ഞപ്പോഴും നിങ്ങൾ ചേർത്ത് പിടിച്ചതും ഒക്കെ ഈ വ്യക്തി ഇപ്പോഴാണ് ഓർക്കുന്നത്. ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ ഈ ഒരു ജീവിതം വന്നെത്തും എന്ന് നിങ്ങളും പ്രതീക്ഷിച്ചില്ല, ഒപ്പം നിങ്ങളുടെ വീട്ടുകാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്റ്റിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോടൊപ്പം ഒരു കുട്ടിയൊക്കെയായിട്ട് ജീവിക്കണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ അത് പ്രകടിപ്പിക്കാനോ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനോ ഇവർ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇവർക്ക് എപ്പോൾ നോക്കിയാലും ചിലപ്പോൾ ബിസിനസ് ട്രിപ്പ് ഉണ്ടാവാം, അതേപോലത്തെ ഫുൾ ടൈം പുറത്ത് നടന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചതാണെന്ന് പറയാനൊക്കെ ഈ വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് എന്താണെന്നറിയില്ല, ഈ വ്യക്തി അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ മാരീഡാണ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി അങ്ങനെ പറയാൻ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു, പക്ഷേ ഇല്ല. മനസ്സിലായോ? അതായത് ശ്രമിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നില്ല എന്ന് വെച്ചാൽ ഇല്ല. ഒരു ദിവസം നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തള്ളിയായിരിക്കും പറയുന്നത് ഈ വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലിയിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ വ്യക്തിയിൽ നിന്നും കുറച്ച് ഈ വ്യക്തിയാണ് എല്ലാം എന്നുള്ളത് നിങ്ങളൊന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു ഹിൻ്റാണ് നമുക്കവിടെ. മനസ്സിലായോ? അതായത് ഈ വ്യക്തിയിൽ ഒട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് ബോധ്യപ്പെടണം. അപ്പോഴേ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വരാനായിട്ട്, നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് കുറച്ചും കൂടി എഫേർട്ടുകൾ എടുത്തുള്ളൂ. നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ടിട്ട് കൊണ്ടിരുന്നിട്ടൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കാർഡ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയോട് ആവശ്യപ്പെടാതെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ഈ വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലും തോന്നുന്നുണ്ടാവുക. ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു കാര്യവും ഈ വ്യക്തി ചെയ്യുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും, പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നില്ല. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആവാൻ ശ്രമിക്കുക. എപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്നും കൂടി പ്രാപ്തി വരുത്തുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ഓക്കെ, ഈ വ്യക്തിയുടെ കുറേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് വളരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഈ വ്യക്തിയുടെ ചുറ്റിനുമുണ്ട്. വളരെ കണക്ഷനുള്ള ഒരാളാണ്, പുറലോകമായിട്ട് വളരെ കണക്ഷനുള്ള ഒരാളാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഈ സിറ്റുവേഷൻ എന്നൊക്കെ ഈ എല്ലാവരോടും, അതായത് ഇവരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇവർ ഷെയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവർ ആ ഒരു ഇത് എന്താ പറയുക, ഒരു സീക്രട്ടായിട്ട് വെക്കാനൊന്നും ഈ വ്യക്തി ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ മാത്രം മതി എന്നുള്ളതൊന്നും ഈ വ്യക്തി ചിന്തിക്കുന്നില്ല. ഇവരങ്ങ് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അതിന് അഭിപ്രായം പറയാനും വേറെ ആൾക്കാരും, അത് കേൾക്കാനും ഇയാളും. അപ്പോൾ ഈ വ്യക്തിയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവർക്കൊരു ബാലൻസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഒരു എന്താ പറയുക, ഒട്ടും നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ആയിരിക്കും ഈ വ്യക്തി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തന്നെ.
അപ്പോൾ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ അതെങ്ങനെയാണ് പ്രവർത്തിച്ച് തുടങ്ങണ്ടതെന്നൊന്നും ഈ വ്യക്തിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആക്കി ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചും കൂടി സ്ട്രോങ് ആവുക നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തേക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു കർമാറ്റിക് സിറ്റുവേഷൻ തീർന്നിട്ടില്ല, ഓക്കെ. അപ്പോൾ അത് തീരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഡിവോഴ്സ് സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ടും യൂണിവേഴ്സ് പറയുന്നത്. ഏറ്റവും കൂടുതലും നിങ്ങൾ തിരിച്ചറിഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിയതും എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല. എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലത്തെ ചിന്തകളൊന്നുമല്ല. പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കൂടുതലുമായിട്ട് മനസ്സിലാക്കി. ഒരാളെക്കുറിച്ച് പഠിച്ചു നിങ്ങൾ ശരിക്കും. അതറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ വളരെ വേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യങ്ങളും ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക. അഫർമേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ചെയ്യുക. ഓഫീസിലായാലും വീട്ടുകാര്യങ്ങളായാലും എന്തായാലും നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഭംഗിയാവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓക്കെ. കൂടുതലും നിങ്ങൾ സെൽഫ് കെയർ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊന്ന് തിരിയുക, ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട, പ്രാർത്ഥിക്കുക, ഓക്കെ. ഈ പേഴ്സൺ തിരികെ വരും എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള റീഡിങ്. താങ്ക് യു.